നമസ്തേ, ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജിനി ആയുർ കെയർ. ഇന്ന് നമുക്ക് നോക്കാം പ്രസവാനന്തരമുള്ള ആയുർവേദ ഔഷധങ്ങളുടെ ഇമ്പോർട്ടൻസ് അതെന്താണെന്നുള്ളതിനെ പറ്റിയിട്ട്. നമ്മൾ ഡോക്ടേഴ്സ് ഏറെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലരും പ്രസവം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി കഴിക്കുന്ന മെഡിസിൻസ് അതങ്ങ് കഴിക്കുക, അതല്ലെങ്കിൽ മൂത്ത സഹോദരി കഴിച്ച മെഡിസിൻസ് അതങ്ങ് കഴിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് അമ്മമാർ തന്നെ ഒരു മെഡിസിൻ പറഞ്ഞിട്ട് വാങ്ങിക്കുക. ഇതാണ് സാധാരണ രീതിയിൽ കാണുന്നത്. പക്ഷേ ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ വലിയ തോതിൽ മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും ഗുണം ചെയ്യുന്നതിനേക്കായി നമ്മൾ ചെയ്യുന്നത് ദോഷമായി മാറുന്നത്. ഇന്ന് നമുക്ക് നോക്കാം പ്രസവാനന്തരം നമ്മൾ ഔഷധങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ആണ് ആദ്യം കുറയുന്നത്. അപ്പോൾ അതിനെ ഇംപ്രൂവ് ചെയ്യുക, നമ്മുടെ മെറ്റബോളിസം കൂട്ടുക, നമ്മുടെ ബോഡിയിലുള്ള എക്സസീവ് ഗ്യാസിനെ മറ്റും, പ്രത്യേകിച്ച് യൂട്രസിലൊക്കെ ഉള്ള ഗ്യാസിനെ മറ്റും നമ്മൾ റിമൂവ് ചെയ്യുക, യൂട്രസിന്റെ പൊസിഷനെ കറക്റ്റ് ആക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ വന്നു ചേർന്നിട്ടുള്ള പാടുകൾ, കലകൾ ഇതൊക്കെ മാറ്റി നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ഗ്ലോ, ഫേസിന് വേണ്ടുന്ന ഗ്ലോ ഒക്കെ കൊടുക്കുന്നതിന്, ബോഡി ഒന്ന് ഷേപ്പ് ചെയ്യുന്നതിന് ഒക്കെ പ്രസവാനന്തര ശുശ്രൂഷ ബെസ്റ്റ് ആണ്. പ്രസവം കഴിഞ്ഞുണ്ടാവുന്ന ബോഡി പെയിൻസ് അല്ലെങ്കിൽ ജോയിന്റ് പെയിൻസ്, ബാക്ക് പെയിൻ, കാലിലുണ്ടാവുന്ന നീര് ഇതൊക്കെ മാറുന്നതിന് ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ കഴിക്കാവുന്നതാണ് ആയുർവേദ മെഡിസിൻസ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ക്വാണ്ടിറ്റി ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് ആയുർവേദ മെഡിസിൻസ് കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക, കഴിക്കുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് ഒരു ഡോക്ടറിന്റെ മേൽനോട്ട പ്രകാരം മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക. പണ്ട് കാലത്താണെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരേ ഒരു പാറ്റേൺ ഓഫ് മെഡിസിൻ ആണ് കുറുക്ക് കാര്യങ്ങളൊക്കെ. അത് നല്ലതാണ്, കാരണം അന്നുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ദേഹബലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അത്രയും ജോലികളോ മറ്റോ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുറുക്കിനകത്തൊക്കെ നമ്മൾ കൂടുതലും കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയുടെ കണ്ടന്റ് ആണ്. അരി, കരിപ്പട്ടി, ഏതെങ്കിലും മെഡിസിൻസ് അങ്ങനെയാണ് കൊടുക്കുന്നത്, നെയ്യ് ഒക്കെ ചേർത്തിട്ടാണ്. അതിന്റെ ആവശ്യം ഇന്നത്തെ ആൾക്കാർക്കില്ല, അതല്ലെങ്കിൽ അത്രയും ദേഹബലം ഇല്ലാത്തവർക്ക് മാത്രം കൊടുക്കാവുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ലേഹ്യങ്ങൾ, അരിഷ്ടങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡിക്ക് ഈ ലേഹ്യവും അരിഷ്ടവും പറ്റുന്നതാണോ, അത് ഡോക്ടറിനെ കണ്ട് ഉറപ്പുവരുത്തി മാത്രം എടുക്കുക.